ഓണനാളിലും പച്ചക്കറി വില പിടിവിട്ട് കുതിച്ചുയർന്നതോടെ സാധാരണക്കാർ അന്താളിച്ചു നിൽക്കുകയാണ്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഓണസദ്യ ഇത്തവണ കൈ പൊള്ളിക്കുമെന്നുറപ്പാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് നാടൻ പച്ചക്കറികൾ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ മറുനാടനാണ് ആശ്രയം. വില എത്ര കയറിയാലും ജനം സദ്യയ്ക്ക് വിഭവങ്ങളൊന്നും കുറയ്ക്കില്ലെന്ന് അറിയാവുന്നതിനാൽ തന്നെ ഇന്നലെ മുതൽ വില കുത്തനെ വർദ്ധിപ്പിച്ചെന്നാണ് ആക്ഷേപം. സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഇടിഞ്ഞത് മാത്രമാണ് ആശ്വാസം. പയറിനും കൂർക്കയ്ക്കുമാണ് ഉയർന്ന വില. ആഴ്ചകളായി ഇവയുടെ വില 120 രൂപയിൽ തുടരുകയാണ്. സാധാരണയായി ഓണത്തിന് 3-4 പച്ചക്കറി ഇനങ്ങൾക്ക് വില ഉയരാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. മിക്ക പച്ചക്കറികൾക്കും 20 മുതൽ 30 രൂപയുടെ വർധനവുണ്ടായതായാണ് വ്യാപാരികൾ പറയുന്നത്. നിലവിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ എത്തുന്നത്. മൊത്തമായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നതോടെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. ഇതിലും കൂട്ടി ഉപഭോക്താക്കൾക്ക് കൊടുത്താൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് ഇവരുടെ വാദം. മെയ് മുതൽ തുടർച്ചയായി 3 മാസം മഴ പെയ്തതോടെ പ്രാദേശിക കർഷകരുടെ പച്ചക്കറി കൃഷി നശിച്ചത് തിരിച്ചടിയായി. ഇത്തവണ മാർക്കറ്റുകളിൽ ഏത്തക്കുല ഒഴിച്ചാൽ നാടൻ വിഭവങ്ങൾ കുറവാണ്.